ഡാവിഞ്ചി റിസോൾവിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ടൈം ലൈൻ റെസൊല്യൂഷൻ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത്. പലരും എക്സ്പോർട്ടിംഗ് എത്തുന്നത് വരെ ഇതിനെപ്പറ്റി ചിന്തിക്കാറ് കൂടിയില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഏത് എപ്പോൾ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ഇവിടെ മാസ്റ്റർ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ടൈം ലൈൻ റെസൊല്യൂഷൻ ഉണ്ടാവും. ഇവിടെ 1920x1080 HD എന്ന് പറയുന്ന റെസൊല്യൂഷനാണ് ഇവിടെ കിടക്കുന്നത്. അതായത് 1080p റെസൊല്യൂഷനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് എപ്പോ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫുട്ടേജ് 1080p ഷൂട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ആ ഫുട്ടേജിന്റെ എഡിറ്റ് ചെയ്യുന്ന ടൈം ലൈൻ അതേ 1080p തന്നെ റെസൊല്യൂഷൻ വയ്ക്കുക. അതായത് 1920x1080 എന്ന് പറഞ്ഞ ഈ ഒരു റെസൊല്യൂഷൻ. എക്സ്പോർട്ട് ചെയ്യുമ്പോഴും സെയിം തന്നെ ചൂസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് 4K ഫുട്ടേജ് ആണ്, 4K ഷൂട്ട് ചെയ്ത വീഡിയോ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത് മാറ്റണം. ഇത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ 3840x2160 അൾട്രാ HD എന്നുണ്ടോ, ഇതാണ് 4K റെസൊല്യൂഷൻ. ഇതിവിടെ ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു സംശയം വരും, 4K ഷൂട്ട് ചെയ്തത്, പക്ഷേ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് 1080p. ഇനി 4K റെസൊല്യൂഷനിൽ എക്സ്പോർട്ട് ചെയ്യേണ്ട, 1080p എക്സ്പോർട്ട് ചെയ്യേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം? ടൈം ലൈൻ 1080p തന്നെ ചൂസ് ചെയ്യുക. തിരിച്ച് നമ്മുടെ HD തന്നെ വരിക. ഈ ഒരു 1920x1080 HD എന്ന് പറയുന്ന ഈ ഒരു റെസൊല്യൂഷനിലോട്ട് തന്നെ വരിക. 4K ആണെങ്കിൽ കൂടി. മനസ്സിലായോ? ഇനി അടുത്തൊരു സംശയം വരുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള ഫുട്ടേജ് വരും. അതായത് 4K ഉണ്ടാവും, 1080p ഉണ്ടാവും. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം? അവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന റെസൊല്യൂഷൻ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ 1080p എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, പക്ഷെ നമ്മുടെ ഫുട്ടേജ് ഇരിക്കുന്നത് 4K 1080p ആയിട്ട് മിക്സ്ഡ് ആയിട്ടാണ്, രണ്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് 1080p ആയിരിക്കുമെങ്കിൽ ടൈം ലൈൻ 1080p തന്നെ വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് 4K നിങ്ങൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ടൈം ലൈനും 4K തന്നെ ചൂസ് ചെയ്യുക. മനസ്സിലായോ? ഇത്രയും മാത്രം ആലോചിക്കുക. നിങ്ങൾ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സെറ്റിംഗ്സ് ആണോ ഉപയോഗിക്കാൻ പോകുന്നത്, അതായത് റെസൊല്യൂഷൻ, ഏത് റെസൊല്യൂഷൻ ആണോ നിങ്ങൾ എക്സ്പോർട്ടിംഗ് സമയത്ത് ഉപയോഗിക്കാൻ പോകുന്നത്, ആ റെസൊല്യൂഷൻ ടൈം ലൈൻ റെസൊല്യൂഷൻ ആയിട്ട് വെക്കുക. സിമ്പിൾ. ഇവിടെ നിങ്ങൾ 4K ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ 1080p ആണ് ഉപയോഗിക്കുന്നത്, ഇതൊന്നും അല്ല ഇവിടെ നിങ്ങൾ മൈൻഡിൽ എടുക്കേണ്ടത്. എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? എക്സ്പോർട്ടിംഗ് സമയത്ത് ഞാൻ ഏത് റെസൊല്യൂഷൻ ആണോ ഉപയോഗിക്കാൻ പോകുന്നത്, ആ ഒരു റെസൊല്യൂഷൻ ആണ് നിങ്ങൾ ടൈം ലൈൻ റെസൊല്യൂഷൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.